നമസ്കാരം. പൂരം, ഉത്രം, അത്തം, ചിത്തിര എന്നീ 4 നക്ഷത്രങ്ങളും അവയുടെ ചില പ്രധാന വിവരങ്ങളും കൂടാതെ അധികമാരും പറയാത്ത ചില ഫലങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പൂരം നക്ഷത്രം. പൂരത്തിന്റെ രാശി ചിങ്ങം രാശിയാണ്. രാശ്യാധിപൻ സൂര്യനാണ്. ഗണം മനുഷ്യഗണമാണ്. നക്ഷത്ര ദേവത ആര്യമാവാണ്. നക്ഷത്ര ദേവതാ മന്ത്രം ഓം ആര്യംണേ നമ എന്നതാണ്. മൃഗം ചുണ്ടലിയാണ്. പക്ഷി ചകോരമാണ്. വൃക്ഷം പ്ലാശാണ്. നാമാക്ഷരം ഈ ആണ്. മന്ത്രാക്ഷരം മായാണ്. രാഹു, ശനി, ചന്ദ്രദശകളിൽ പൂരം നക്ഷത്രക്കാർ ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട്. അനുജന്മ നക്ഷത്രങ്ങളായ ഭരണി, പൂരാടം എന്നിവയിലും പിന്നെ ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തണം. പൂരവും വെള്ളിയും ഒത്തുവരുന്ന ദിവസം പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തണം. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി, യക്ഷിയമ്മ എന്നിവരുടെ ക്ഷേത്രങ്ങളിലൊന്നിൽ വഴിപാട് നടത്തണം. പൂരവും ഞായറും ഒത്തുവരുന്ന ദിവസം ആദിത്യ പൂജ നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യണം. ജന്മനാളിൽ പതിവായി ലക്ഷ്മി പൂജ നടത്തുന്നത് അത്യുത്തമമാണ്. ദാരിദ്ര്യമുണ്ടാക്കുന്ന കടിവേദ ദോഷമുള്ളതിനാൽ ഉത്രട്ടാതിയുമായി വിവാഹം പാടില്ല. അഥവാ ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യസൂക്ത മന്ത്രം, ശ്രീസൂക്ത മന്ത്രം എന്നിവ ഭക്തിയോടെ ജപിക്കണം. പൂരം നക്ഷത്രക്കാർ പൊതുവെ ഗൗരവ പ്രകൃതക്കാരായിരിക്കും. ഹിതകരമായി സംസാരിക്കുന്നവരും സാമർഥ്യമുള്ളവരും സഞ്ചാരികളും ധൈര്യമുണ്ടെന്ന് ഭാവിക്കുകയും ഉള്ളിൽ പേടിയുള്ളവരും ആയി ഭവിക്കും. ഇവർ വളരെയധികം ഓർമ്മശക്തിയുള്ളവരാണ്. സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും വശത്താക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറവായിരിക്കും. ചെറുപ്പം മുതലേ ഏത് വിഷയത്തിലാണ് താല്പര്യമെന്ന് ഇവർ പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും. സത്യസന്ധരും വിവേകികളുമായ ഇവർ ജീവിതത്തിൽ വിജയശ്രീലാളിതരായിരിക്കും. സ്ത്രീകൾ മധുരമായി സംസാരിക്കും. കലകളിലും ശാസ്ത്രങ്ങളിലും താല്പര്യം പ്രദർശിപ്പിക്കും. നല്ല സന്താനങ്ങളോട് കൂടിയവരും ആയിരിക്കും. സേവനം ചെയ്യാനോ മറ്റുള്ളവരുടെ ഉത്തരവ് കാത്തു നിൽക്കാനോ ഇവർ ഒരിക്കലും സന്നദ്ധരായെന്ന് വരില്ല. യജമാനപ്രീതി സമ്പാദിക്കാൻ ഇവർ അസമർത്ഥരായതുകൊണ്ട് തന്നെ ഇവർക്ക് അടിക്കടി കാര്യവിഘ്നങ്ങളും പരാജയങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവരുടെ അതിയായ അഭിമാനബോധവും അതിരറ്റ സ്വാതന്ത്ര്യേച്ഛയുമാണ് അതിന് കാരണം. മൃഗരാജനായ സിംഹം പ്രതീകമായുള്ള ചിങ്ങം രാശിയിലാണ് പൂരം നക്ഷത്രക്കാരുടെ ജനനം. രാശ്യാധിപനായ സൂര്യന്റെ തേജസ്സും നക്ഷത്രാധിപനായ ശുക്രന്റെ സൗന്ദര്യവും ആകർഷണീയതയും ഇവരിൽ കാണാം. ചിങ്ങത്തിന്റെ അധിപതിയായ സൂര്യന് പിതൃകാരകത്വമുള്ളതിനാൽ ഇവർ സന്താനങ്ങളോട് അതിരറ്റ സ്നേഹവാത്സല്യവും മാതൃസഹജമായ മമതയും കാണിക്കും. അതിന്റെ കാരണം ശുക്രന്റെ നക്ഷത്രാധിപത്യമാണ്. ഏത് തരത്തിലുള്ള തടസ്സവും തട്ടിനീക്കി ഇവർ മുന്നേറും. ഒരു കാര്യത്തിലും പിന്നിൽ നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. തന്റെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ജാതകത്തിൽ സൂര്യനും ശുക്രനും ബലമുണ്ടെങ്കിൽ രാഷ്ട്രീയം, പൊതുമേഖലാ രംഗങ്ങളിൽ ശോഭിക്കും. മറ്റുള്ളവരോട് വളരെ സഹാനുഭൂതിയോടെ പെരുമാറാനും നല്ല വാക്കുകളാൽ ആൾക്കാരെ സ്വാധീനിക്കാനും കഴിയും. പരാശ്രയശീലം ഇവർക്ക് ഒട്ടുമേയില്ല. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുവാനും സ്വന്തം ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ ഇവർക്കാവില്ല. സിംഹം സ്വയം ഇര തേടുകയാണ് പതിവ്. എതിരാളിയുടെ നീക്കങ്ങളെ നല്ലവണ്ണം വിലയിരുത്താനും തക്ക സമയത്ത് അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇവർക്ക് കഴിയും. അടുത്തത് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രത്തിന്റെ ഗണം മനുഷ്യഗണമാണ്. നക്ഷത്ര ദേവത ഭഗനാണ്. നക്ഷത്ര ദേവതാ മന്ത്രം ഓം ഭഗായ നമ എന്നതാണ്. മൃഗം ഒട്ടകമാണ്. പക്ഷി കാകനാണ്. വൃക്ഷം ഇത്തിയാണ്. നാമാക്ഷരം ഊവാണ്. മന്ത്രാക്ഷരം ശീയാണ്. ചൊവ്വ, ബുധ, വ്യാഴ ദശകളിൽ ഉത്രം നക്ഷത്രക്കാർ ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട്. ഞായറും ഉത്രവും ഒന്നിച്ചു വരുന്ന ദിവസം സൂര്യദേവനെ ഭജിക്കുന്നത് അത്യുത്തമമായി ഭവിക്കും. ഞായറാഴ്ചകളിൽ സൂര്യോദയം തുടങ്ങി 1 മണിക്കൂർ വരെയുള്ള സൂര്യകാലഹോരയിൽ കുളിച്ച് ഈറനോടെ ഇളവേലിൽ നിന്ന് 1 പ്രാവശ്യം ആദിത്യ ഹൃദയം വിഹിതമായ ഒരു കാര്യത്തിനായി ഭക്തിയോടെയും ആത്മസമർപ്പണത്തോടെയും ജപിച്ചാൽ ഉടൻ ഫലം ലഭിക്കുന്നതാണ്. കന്നിക്കൂറുകാർ നിത്യേന ഭാഗവതം പാരായണം ചെയ്യുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. അനുജന്മ നക്ഷത്രങ്ങളായ കാർത്തിക, ഉത്രാടം എന്നിവയിലും നക്ഷത്ര ദിവസവും ശിവക്ഷേത്രത്തിൽ യഥാശക്തി പൂജകൾ നടത്തണം. സന്താനനാശമുണ്ടാക്കുന്ന കുക്ഷീവേദദോഷമുള്ളതിനാൽ പൂരുരുട്ടാതി നക്ഷത്രവുമായി വിവാഹബന്ധം പാടില്ല. അഥവാ ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സന്താന ഗോപാലാർച്ചന, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കണം. ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ദേഹ സൗന്ദര്യം
സുഖം, വിദ്യ എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസം സിദ്ധിച്ചാൽ അതുവഴി ധാരാളം ധനം സമ്പാദിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരിക്കും. പൊതുവെ വലിയ അഭിമാനിയും സൗന്ദര്യബോധമുള്ളവരും ആയിരിക്കും. സാഹിത്യാദി കലകളിലുള്ള താല്പര്യം മൂലം മറ്റുള്ളവരുടെ ആദരവിന് പാത്രീഭവിക്കും. ഇവർക്ക് ആവശ്യാനുസൃതമായ ക്ഷമയോ സഹനശക്തിയോ ഇല്ലാത്തവരാണ്. ഒരിക്കൽ ദേഷ്യം വന്നാൽ ഇവരെ തണുപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും. ആരംഭത്തിൽ എളിയ നിലയിലും ക്രമേണ പഠിച്ചും പ്രവർത്തിച്ചും ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തിച്ചേരും. ആണിന് ക്ഷമാശീലം കൂടുതലും പെണ്ണിന് ക്ഷമാശീലം പൊതുവെ കുറവുമായി കണ്ടുവരുന്നു. സ്വന്തം തെറ്റ് സമ്മതിക്കാത്തവരാണിവർ. ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ പോലും ഇവർ ചെയ്തത് തെറ്റെന്ന് സമ്മതിക്കാൻ പ്രയാസമായിരിക്കും. സ്വതന്ത്ര ചിന്താഗതിക്കാരാണിവർ. ശരിയായ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവരാണിവർ. ചതി ഇഷ്ടപ്പെടാത്തവരും ചതിക്കാത്തവരുമാണിവർ. തൊഴിലിൽ തിളങ്ങുന്നവരാണിവർ. ഒപ്പം സമൂഹത്തിനിടയിലും സ്വന്തം ബന്ധുക്കളെക്കാൾ മറ്റുള്ളവരോട് ആത്മാർത്ഥത കാണിക്കുന്നവരാണിവർ. ബിസിനസ്സിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് ആശ്രയമായി വർത്തിക്കും. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ അത്യധ്വാനം ചെയ്യുന്നതും സാധാരണമാണ്. ഇവർ കുടുംബത്തിലെ പ്രമാണിയും ജനസമ്മതരുമായിരിക്കും. എല്ലാവരോടും സ്നേഹപൂർവവും മാന്യവുമായി പെരുമാറും. ധനവും സുഖവും അനുഭവ യോഗ്യമാകും. സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് ഉത്രം നക്ഷത്രക്കാർ. ശരിയായ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവരാണിവർ. ചതി ഇഷ്ടപ്പെടാത്തവരും ചതിക്കാത്തവരുമാണ് ഇക്കൂട്ടർ. തൊഴിലിലും അതുപോലെ തന്നെ സമൂഹത്തിലും ഇവർ തിളങ്ങും. സ്വന്തം ബന്ധുക്കളെക്കാൾ മറ്റുള്ളവരോട് ആത്മാർത്ഥത കാണിക്കുന്നവരാണ് ഉത്രം നക്ഷത്രക്കാർ. ബിസിനസ്സിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് ആശ്രയമായി വർത്തിക്കും. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കുവാൻ അത്യധ്വാനം ചെയ്യുന്നതും സാധാരണമാണ്. ഇവർ കുടുംബത്തിലെ പ്രമാണിയും ജനസമ്മതനുമായിരിക്കും. എല്ലാവരോടും സ്നേഹപൂർവവും മാന്യവുമായി പെരുമാറും. ധനവും സുഖവും അനുഭവ യോഗ്യമാവും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ ജയിക്കുന്നവരും സുന്ദരിയും നല്ല സന്താനങ്ങളുമുള്ളവളുമായിരിക്കും. നയശീലരും വ്യവഹാരപ്രിയരും ശാസ്ത്ര താല്പര്യമുള്ളവരും മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നവളും സൽക്കർമ്മം ചെയ്ത് പുണ്യം നേടുന്നവളും കൃതജ്ഞതയുള്ളവളുമായിരിക്കും. ഇവർ ശാന്തരായിരിക്കും. സമാധാനകാംക്ഷികളായ ഇവർ നല്ല വാക്കുകൾ ഇഷ്ടപ്പെടുന്നു. കഴിവതും ആരോടും ശത്രുത പുലർത്താൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും. എന്നാൽ പിണങ്ങിയാൽ ഇണങ്ങാത്തവരുമായിരിക്കും. ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. ഉത്രം നക്ഷത്രക്കാർ ഗണിതശാസ്ത്രം, സയൻസ് എന്നിവയിൽ കേമരായിരിക്കും. അധ്യാപകർ, അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ ശോഭിക്കും. പ്രൊഫസർ, ഹോസ്പിറ്റൽ ജോലി എന്നിവയും നന്നായിരിക്കും. അടുത്തത് അത്തം. അത്തം നക്ഷത്രത്തിന്റെ രാശി കന്നിയാണ്. രാശ്യാധിപൻ ബുധനാണ്. ഗണം ദേവഗണമാണ്. നക്ഷത്ര ദേവത ആദിത്യനാണ്. നക്ഷത്ര ദേവതാ മന്ത്രം ഓം സവിത്രേ നമ എന്നതാണ്. മൃഗം പോത്താണ്. പക്ഷി കാകനാണ്. വൃക്ഷം അമ്പഴമാണ്. നാമാക്ഷരം ഊവാണ്. മന്ത്രാക്ഷരം ശീയാണ്. അത്തം നക്ഷത്രക്കാർ പൊതുവെ ഉയരമുള്ളവരും ധീരരുമായിരിക്കും. ഇരുനിറമുള്ളവരും സമാധാനപ്രിയരുമായിരിക്കും ഇക്കൂട്ടർ. ഇവരുടെ ചിരിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ മധുരമായ ചിരി മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കും. ഇത് കാരണം ഇവരുമായി സഹകരിക്കുന്നവർക്ക് ഇവരെ വിട്ടുപിരിയാൻ സാധിക്കുകയില്ല. അത്ര നല്ല ആകർഷണ വലയം ഇവരിൽ പ്രകടമാണ്. പൊതുവെ സ്ത്രീകൾക്ക് ഗുണകരമെന്ന് കരുതിപ്പോരുന്ന ഈ നാളിനെ സംബന്ധിച്ച് പെണ്ണത്തം പൊന്നത്തം എന്നൊരു ചൊല്ല് തന്നെ മലയാള നാട്ടിൽ നിലവിലുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വിദ്യാസമ്പന്നരും ജിജ്ഞാസുക്കളുമായിരിക്കും. കുലീനത, അധ്വാനശീലം, വശീകരണ ശക്തി എന്നിവയും ഇവരിൽ കാണാം. ശാന്തത, ആത്മനിയന്ത്രണം, അടുക്കും ചിട്ടയുമുള്ള ജീവിതശൈലി എന്നിവയും ഇവരുടെ ലക്ഷണങ്ങളാണ്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ തുടർച്ചയായി ഇവർക്ക് അനുഭവവേദ്യമാകും. കൗശലവും സ്വാർത്ഥതയും ചിലരുടെ സ്വഭാവമാണ്. നിരൂപണം, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നിവ ഇവരുടെ സ്വഭാവമാണ്. വാർദ്ധക്യകാലമായിരിക്കും ഇവർക്ക് പൊതുവെ ഐശ്വര്യപ്രദം. അധികാരശക്തിയുള്ള തൊഴിലുകളാണ് ഇവർ വിജയിക്കുക. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, വാക്കുകളുടെ ആകർഷകത്വം, ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം, വീട് വിട്ടുള്ള താമസം തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ആകർഷകത്വം, ഐശ്വര്യം, കുലീനത എന്നിവയാൽ അനുഗ്രഹീതരായിരിക്കും. ഇവർക്ക് പൊതുജനങ്ങളിൽ നിന്നും ബഹുമാനവും സ്ഥാനമാനങ്ങളും വളരെയധികം ലഭിക്കുന്നവരായിരിക്കും. ഇവർ മറ്റുള്ളവർക്ക് എല്ലാവിധ സഹായവും സഹകരണവും നൽകുന്നവരാണ്. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല. പകരം പക്ഷേ വിമർശനങ്ങളും എതിർപ്പുകളും തിരികെ കിട്ടിയെന്ന് വരാം.
ഇവരുടെ ജീവിതം കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ്. മാനസികമായും തൊഴിൽപരമായും ഒരിക്കൽ ഉന്നതിയിലെത്തിയാൽ അടുത്ത നിമിഷം അത്ര തന്നെ താഴേക്കും വരും. ഇവരെക്കുറിച്ച് ഒരിക്കലും ആർക്കും തീരെ പാവപ്പെട്ടവരെന്നോ ധനവാനെന്നോ വിധി എഴുതുവാൻ കഴിയില്ല. ഒരു ജോലിയിൽ ലാഭം കിട്ടാൻ ആരംഭിക്കുമ്പോൾ ഉടൻ തന്നെ നഷ്ടത്തിലേക്കും പോകാൻ തുടങ്ങും. എന്നാൽ എവിടെ നിന്നെങ്കിലും അപ്രതീക്ഷിതമായ സഹായം കിട്ടി അതിൽ നിന്നും നല്ല രീതിയിൽ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. പലവിധ ഉപദ്രവങ്ങൾ കാരണം ഇവരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും മൂലം കിട്ടേണ്ട അതിശയകരമായ മേന്മകൾ ശിഥിലമായി പോകും. എന്നാൽ ഇവർ ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടപ്പെടാറില്ല. എന്നാലും നിരപരാധികളായ ഇവരെ മറ്റുള്ളവർ ദ്രോഹിക്കുന്നതായി കാണാം. അടുത്തത് ചിത്തിര. ചിത്തിരയുടെ ഗണം അസുരഗണമാണ്. നക്ഷത്ര ദേവത തൃഷ്ടാവാണ്. മൃഗം ആൾപുലിയാണ്. പക്ഷി കാകനാണ്. വൃക്ഷം കൂവളമാണ്. നാമാക്ഷരം ഊവാണ്. മന്ത്രാക്ഷരം ശീയാണ്. ജനിച്ച വീട് വിട്ടു താമസിക്കുന്നതിന് സാധ്യത കൂടുതലാണ് ചിത്തിര നക്ഷത്രക്കാർക്ക്. അതുകൊണ്ടാകാം ചിത്തിര അത്തറമാന്തും എന്നൊരു ചൊല്ലു വന്നത്. ഒരുപക്ഷെ പ്രാസം ഉപയോഗിച്ച് പറഞ്ഞു തുടങ്ങിയതുമാകാം. ബുധ വ്യാഴ ശുക്രദശകളിൽ ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് നല്ലതാണ്. ചിത്തിരയും ചൊവ്വയും ഒത്തുവരുന്ന ദിവസം വ്രതമെടുക്കുകയും വിശേഷാൽ പൂജകൾ നടത്തുകയും വേണം. അനുജന്മ നക്ഷത്രങ്ങളായ ചിത്തിര, അവിട്ടം, മകയിരം നാളുകളിൽ ക്ഷേത്ര ദർശനവും പൂജകളും നടത്തുക. ചിത്തിര നക്ഷത്രക്കാരെ രാശിയുടെ അടിസ്ഥാനമാക്കി രണ്ട് തരത്തിൽപ്പെടുത്താൻ കഴിയും. കന്നിരാശിയിൽ ജനിച്ചവർ, അതുപോലെ തന്നെ തുലാം രാശിയിൽ ജനിച്ചവർ. ചിത്തിര നക്ഷത്രത്തിന്റെ 30 നാഴികയിൽ ജനിച്ചവർ കന്നിരാശിക്കാരും 30 നാഴികയ്ക്കും 60 നാഴികയ്ക്കും ഇടയ്ക്ക് ജനിച്ചവർ തുലാം രാശിക്കാരുമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രായോഗിക ബുദ്ധി കൂടുതലാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണാനും അസാധാരണമായ കഴിവ് ഉണ്ട്. തന്ത്രപൂർവം പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യം നേടാനുള്ള ഇവർക്കുള്ള കഴിവ് ഒരു പ്രത്യേകതയാണ്. സ്നേഹം തോന്നുന്നവരോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തും. ഇഷ്ടമില്ലാത്തവരോട് അകന്നു കഴിയുമെങ്കിലും അവരോട് എതിർത്ത് നിൽക്കുവാൻ സാധാരണഗതിയിൽ ശ്രമിക്കുകയില്ല. ആഡംബരപ്രിയരും വാഹനപ്രേമികളുമാണ് ചിത്തിര നക്ഷത്രക്കാർ. കലാവാസനയും ആകർഷകമായ കണ്ണുകളുമാണ് ചിത്തിരക്കാരുടെ പൊതുവായ പ്രത്യേകത. 40 വയസ്സിന് ശേഷമുള്ള കാലമാണ് കൂടുതൽ അഭിവൃദ്ധകരം. സാഹസിക പ്രവർത്തികളിൽ ഏർപ്പെടാനുള്ള മനക്കരുത്ത്, ദാനം ചെയ്യാനുള്ള മനസ്സ് എന്നിവ ഈ നക്ഷത്രങ്ങളുടെ പ്രത്യേകതയാണ്. പിതാവിനേക്കാൾ അമ്മയിൽ നിന്നാകും ഗുണാനുഭവം കൂടുതൽ കിട്ടുന്നത്. അതിരുകടക്കുന്ന സൗഹൃദങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങളെ സൃഷ്ടിക്കും. വ്യാഴം, ബുധൻ, ശുക്രൻ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യണം എന്ന കാര്യത്തിൽ മാറ്റമുണ്ടാകരുത്. സുബ്രഹ്മണ്യ ഭജനവും മഹാലക്ഷ്മി പ്രാർത്ഥനയും ദോഷപരിഹാര മാർഗങ്ങളാണ്.